പൊതുവിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് അഭ്യസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ചൊല്ലി വിവാദം. ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. TK അഷ്റഫിന് പിന്തുണയുമായി സമസ്ത രംഗത്തെത്തി. സൂംബ നൃത്തം ആഭാസകരമെന്നാണ് നാസർ ഫൈസി കൂടത്തായിയുടെ പ്രതികരണം. വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പൊതുവിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് അഭ്യസിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം. ലഹരി വിരുദ്ധ ദിനമായ ഇന്നലെ പദ്ധതിക്ക് തുടക്കമിടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കുലറും പുറത്തിറക്കി. അതിനിടെയാണ് അധ്യാപകൻ കൂടിയായ വിസ്ഡം മുജാഹിദ് നേതാവിന്റെ വിവാദ പ്രസ്താവന. അല്പവസ്ത്രം ധരിച്ച് ആണും പെണ്ണും ഇടകലർന്നു തുള്ളുന്ന സംസ്കാരം പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതെന്ന് TK അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ വിട്ടുനിൽക്കുമെന്നും അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞു. അത് അല്പവസ്ത്രം ധരിച്ച് പിന്നെ പ്രത്യേക മ്യൂസിക് ഇട്ട് പ്രത്യേക അതിലും തുള്ളി, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൾച്ചർ അല്ല. അങ്ങനെ നമ്മളെ കുട്ടികളെ വളർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. TK അഷ്റഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി സമസ്ത രംഗത്തെത്തി. സർക്കാരിന്റേത് ഗൂഢനീക്കമെന്ന് മുഷാവറ അംഗം ബഹാഉദ്ദീൻ നദ്വി. ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ് സൂംബ ഡാൻസ് എന്ന് SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരും പ്രതികരിച്ചു. സൂംബ നൃത്തം അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നാസർ ഫൈസി കൂടത്തായി റിപ്പോർട്ടറിനോട്. അറിഞ്ഞിടത്തോളം അതൊരു ആഭാസപരമായ ഒരു പ്രക്രിയയായിട്ടാണ് തോന്നുന്നത്. നിർബന്ധമായി പറയുന്നത് ഒരു മൗലികാവകാശത്തിന് നേരെയുള്ള ലംഘനയാണ്. അത് ഒഴിവാക്കപ്പെടാവുന്നതാണ്. സൂംബ നൃത്തത്തെ എതിർത്തും അനുകൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച പുരോഗമിക്കുകയാണ്. കൂടുതൽ മുസ്ലിം സംഘടനകൾ സർക്കാർ തീരുമാനത്തെ എതിർത്ത് രംഗത്തെത്തുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. റിപ്പോർട്ടർ, കോഴിക്കോട്.